ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു വരികയാണ്. വളരെ സ്ലോ ആയിട്ട്, വളരെ സാവകാശമാണ് നമ്മൾ പോകുന്നത്. 18 ക്ലാസ് ആയിട്ട് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. എങ്കിലും ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ പരമാവധി ലളിതമായും വിശദമായും കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരണം. അതാണ് ദൈവിക പദ്ധതി എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായതായിട്ട് ചില സഹോദരന്മാര് അറിയിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം പരമാവധി ലളിതമായി പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു. ഈ ദൈവശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അത് വിശ്വാസത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവം പ്രവാചകന്മാരെ അപ്പോസ്തലന്മാരെ ഒക്കെ വ്യാഖ്യാനിച്ചു തരുവാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നത്ര ലളിതമായിട്ട് വിഷയങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച വിഷയം, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സംശയം, അല്ലെങ്കിൽ ചില സഹോദരന്മാർക്ക് ഉണ്ടായ ഒരു സംശയം, യേശുക്രിസ്തുവിന് പിതാവ് ചെയ്യുന്നത് കണ്ടല്ലാതെ ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ അല്ലെ ആളത്വത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊരു സംശയം. വചനം വായിക്കുന്ന ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. സംശയം ഉണ്ടാകുന്നത് നല്ലതാണ്. സംശയം ഉണ്ടാകണം. സംശയം ഉണ്ടായാലാണല്ലോ നമ്മൾ അതിന് മറുപടി കണ്ടെത്തുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം പരമാവധി ലളിതമായിട്ട് ഞാൻ ആ വിഷയം പറഞ്ഞു തരുവാനായിട്ട് ശ്രമിക്കാം. കാരണം നമ്മൾ പഠിക്കുന്ന വിഷയം നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകണമല്ലോ. ദൈവിക തൃത്വം നമുക്കറിയാവുന്ന വിഷയം, നാം കേട്ടിട്ടുള്ള വിഷയമാണ്. ത്രിയേക ദൈവം അല്ലെ ദൈവിക തൃത്വം എന്നുള്ള വിഷയം. ജോൺസൺ സാർ ആ വിഷയത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഇതിനു മുമ്പ് നമ്മുടെ BTA ഗ്രൂപ്പിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എന്നാൽ സാറ് അന്ന് പഠിപ്പിച്ച വിഷയത്തിന്റെ ഒരു രത്ന ചുരുക്കം ഏറ്റവും പരിമിതമായിട്ട് ലളിതമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ട്രിനിറ്റി അല്ലെങ്കിൽ തൃത്വം എന്ന് പറയുന്ന വിഷയം ഒരു കോംപ്ലക്സ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കോംപ്ലക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും ഈ ട്രിനിറ്റി പഠിപ്പിച്ച് വന്ന അവസാനം വൺനെസ് തിയോളജിയിലായി പോയിട്ടുണ്ട്. പിതാവ് പുത്രനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ച് വന്നിട്ട് അവസാനം വരുമ്പോൾ ഈ പിതാവ് തന്നെയാണ് പുത്രനും പിതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൽ നിന്ന് വിശ്വാസികളുടെ ഇടയ്ക്ക് കോമൺ ആയിട്ട് സംഭവിക്കുന്ന വിഷയം, അത് ആക്ച്വലി യേശുനാമക്കാരുടെ ഉപദേശമാണ്, അല്ലെങ്കിൽ വൺനെസ് തിയോളജി, ഏകതാ ദൈവവാദം ആണ് ഈ ഉപദേശം. പിതാവ് തന്നെയാണ് പുത്രനും പിതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവും എന്നുള്ള ഉപദേശം. അതിന് കാരണം 3 വ്യക്തികളെ ഏകമായിട്ട് കാണുവാൻ നമുക്കുള്ള മാനുഷിക പരിമിതി. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ദൈവത്തെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ല മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ദൈവമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവം എപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു ആ നിലയിൽ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആദ്യത്തെ ഈ വിഷയം അവിടെ വെച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ തൃത്വം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്താണ്. വചനം എന്താണെന്ന് പറഞ്ഞ് മാത്രം ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം മുമ്പോട്ട് വായിക്കും തോറും യേശു ക്രിസ്തു താൻ ദൈവപുത്രനാണ്, താൻ ദൈവമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന എല്ലാ വേദഭാഗത്തും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, പിതാവും പുത്രനും തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും. കർത്താവിന്റെ പല വാക്കുകളും അങ്ങനെ നമ്മൾക്ക് സംശയം നൽകുന്നതാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ എന്താണ് പറഞ്ഞതെന്ന് വായിച്ചിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇപ്പൊ ലോഗോസ് എന്നുള്ള വിഷയം നമുക്കറിയാവുന്ന വിഷയമാണ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു,
വചനം ദൈവമാണ്. അപ്പൊ യോഹന്നാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് വായനക്കാരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന വിഷയം, വചനം അല്ലെങ്കിൽ ക്രിസ്തു ആദിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതേ പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന. ആദിയിൽ വചനം, ലോഗോസ് അല്ലെങ്കിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അതായത് യേശു ക്രിസ്തുവിന്റെ നിത്യത അല്ലെങ്കിൽ പ്രീ ഇറ്റേണിറ്റി, അതായത് പൂർവകാല നിത്യത. ദൈവമുള്ള കാലം മുതൽ, ദൈവത്തിനൊരു ആരംഭമില്ല എന്ന് നമ്മൾക്കറിയാം. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്ന ആ കാലം മുതൽ, ഏത് കാലമാണോ അന്ന് മുതൽ ദൈവം ഉള്ള സമയം എത്രയും ആ കാലം എത്രയും ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്ന ഒരാളത്വമാണ് വചനം. അപ്പോൾ ദൈവമാണ് വചനം. അപ്പൊ ദൈവത്തോട് കൂടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് ഇവിടെ വചനത്തെ വെളിപ്പെടുത്തുന്നു. ഞാൻ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക് അത് കൺഫ്യൂസ്ഡ് ആകരുത്. ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല. ദൈവം എക്സിസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതൊരു മാനുഷിക പ്രയോഗമാണ്. ദൈവത്തിന് ഒരു ആരംഭമില്ല, അവസാനമില്ല. അപ്പൊ ദൈവം ആരംഭം അവസാനമില്ലാത്ത ദൈവം എക്സിസ്റ്റ് ചെയ്യുന്ന ആ പ്രീ ഇറ്റേണിറ്റിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം. അപ്പൊ ക്രിസ്തു പ്രീ ഇറ്റേണിറ്റിയിൽ പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു. പിതാവായ ദൈവത്തിന്റെ ഒരു അംശമായിരുന്നില്ല, പിതാവായ ദൈവത്തിന്റെ ഒരു ഭാഗമായിരുന്നില്ല, ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരുന്നു പിതാവിന്റെ. അത് നമ്മൾ വായിക്കുന്നത് വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും യോഹന്നാൻ അവിടെ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ രണ്ട് കാര്യമാണ്. ആദിയിൽ ഉണ്ടായിരുന്നു, അപ്പൊ ഇറ്റേണിറ്റി ഓഫ് ക്രൈസ്റ്റ്, അതായത് ദൈവം ഇറ്റേണൽ ആണ്, അതുപോലെ തന്നെ യേശു ക്രിസ്തു ഇറ്റേണൽ ആണ് എന്ന് യോഹന്നാൻ ആദ്യ വാക്കിൽ തന്നെ, യോഹന്നാൻ യേശു ക്രിസ്തു ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഇറ്റേണിറ്റിയെ കുറിച്ചാണ്, പാസ്റ്റ് ഇറ്റേണിറ്റിയെ കുറിച്ച്. നമുക്കറിയാം പാസ്റ്റ് ഇറ്റേണിറ്റി, പ്രസന്റ്, ഫ്യൂച്ചർ ഇറ്റേണിറ്റി. ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സൃഷ്ടി മുതൽ ഉള്ള ചരിത്ര, സൃഷ്ടിക്ക് മുമ്പോട്ടുള്ള കാലഘട്ടം പാസ്റ്റ് ഇറ്റേണിറ്റി, സൃഷ്ടി മുതൽ ഇങ്ങോട്ടുള്ള പ്രസന്റ് കാലയളവ്, ഇനി ഭൂമിയെ നശിപ്പിച്ചതിന് ശേഷമുള്ളത് അനാദി നിത്യതയാണ്, ഫ്യൂച്ചർ ഇറ്റേണിറ്റി. അപ്പോൾ ഈ ഇറ്റേണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പിതാവായ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായി നിലകൊള്ളുന്ന ഒരു വ്യക്തി. വ്യത്യസ്തൻ എന്ന് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട്, സ്വതന്ത്രനായിട്ട്, വ്യത്യസ്തനായിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ആ ദൈവം, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായി ദൈവത്തോടു കൂടെയായി നിൽക്കുന്ന ഒരു വചനം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവൻ മുഖാന്തരം സകലവും ഉളവായി. ഇത് സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവാണ് സകലവും സൃഷ്ടിച്ചത് എന്നുള്ള വിഷയം വരുന്നു. ഇത് നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത, കർത്താവിന്റെ സംസാരത്തിൽ നിന്നും കർത്താവിന്റെ പ്രവൃത്തിയിൽ നിന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, നമ്മൾ പുതിയ നിയമ വിശ്വാസികളും ബ്രദർകാര് മോസ്റ്റ്ലി ആയതുകൊണ്ട് പറയുകയാണ്, നമ്മൾക്ക് ഇന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതാണ് തൃത്വം, ത്രിയേക ദൈവത്വം എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മിൽ തന്നെ പലർക്കും ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വവും പിതാവായ ദൈവത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞതാണ് എന്നൊരു ചിന്തയുണ്ട്. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഒരു രൂപമാണ് പുത്രനെന്നും ഒരു രൂപമാണ് പരിശുദ്ധാത്മാവെന്നും ഒരു ചിന്താഗതി പലരിലും ഉണ്ട്. അത് മാനുഷിക യുക്തിപ്രകാരം ദൈവത്തെ മനസ്സിലാക്കാൻ പോകുന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടൊക്കെ സാറാ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ വളരെ ലളിതം നമുക്ക് ഒറ്റ വാക്കിൽ ഈ തൃത്വം എന്താണ്, അല്ലെങ്കിൽ ദൈവിക ആളത്വങ്ങളുടെ സംയോജനം എന്താണെന്ന് ഒറ്റ വാക്കിൽ ലളിതമായിട്ട് പറയാം. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന വിഷയങ്ങളിൽ നമുക്ക് വ്യക്തത ഉണ്ടാകണം. നാളെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ സത്യം അറിയുവാൻ ചോദിക്കുന്നവരും സത്യത്തെ നിഷേധിക്കാൻ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പൊ സത്യം അറിയുവാൻ ചോദിക്കുന്നവർക്ക് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള മറുപടി വേണം. ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ഏക സത്യ ദൈവമായിട്ടാണ് വചനം, ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നത്, അല്ല വചനം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഈ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട്, ആളത്വ ബഹുത്വമുണ്ട് എന്നതിനുള്ള സൂചനകൾ പഴയ നിയമം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് തുടർമാനമായിട്ട് പല സ്ഥലങ്ങളിലും ഈ ഏകസത്യ ദൈവത്തിൽ ബഹുത്വം അല്ലെങ്കിൽ ആളത്വങ്ങളുടെ ബഹുത്വമുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതിന് ശേഷം ഇവരിനി മേലാൽ രണ്ടല്ല ഒന്നത്ര എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, രണ്ട് ഡിഫറെന്റ് വ്യക്തികളാണ്. അതുകൊണ്ട് ആദാമും ഹവ്വയും ദൈവത്തിന്റെ നിഴലെന്നല്ല, തൃത്വത്തിന്റെ നിഴലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, ഈ ഏകത്വം എന്ന ആശയം അത് ബന്ധുത്വപരമായ ഏകത്വം, റിലേഷണൽ വൺനെസ്. അപ്പൊ ഈ മൂന്ന് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഏകത്വമാണ് ഏകസത്യദൈവം എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ ഏക സത്യദൈവം എന്ന് പറയുന്നത് ആദാമും ഹവ്വയും നിങ്ങൾ ഇനി മേലാൽ അല്ല ഒന്നത്ര. നമുക്കറിയാം ആദാമും ഹവ്വയും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. അവരുടെ സ്വഭാവ വ്യത്യാസമാണ്, അവരുടെ രീതി വ്യത്യാസമാണ്. എന്നാൽ അവരെ ദൈവം കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒന്നായി തീർന്നു. ഹവ്വ ആദാമാകുകയോ ചെയ്തില്ല, അവർ ഒന്നായി തീർന്നു. അപ്പോൾ ആ ഒരു ഏകത്വം, വന്നസ് എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏഖഡ് എന്ന് പറയുന്ന എബ്രായ വാക്ക് തന്നെയാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. അവിടെയാണ് ഏക സത്യ ദൈവമായ നിന്നെയും, ദൈവം ഏകൻ എന്നുള്ള വാക്ക് കൃത്യമായിട്ട് പറയുന്ന റെഫറൻസ് ആണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏഖഡ് എന്ന വാക്ക് ഒന്നിലധികം ആളുകൾ ചേർന്നുള്ള ഒരേകത്വം, അതാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. ഏകത്വം എന്ന വാക്ക് തന്നെയാണ് വാക്കിന്റെ അർത്ഥം. പക്ഷെ ആ ഏകത്വത്തിൽ ഒരു ബഹുത്വം, ഒന്നിലധികം, അത് ആ വാക്ക് തന്നെയാണ് ആദാമിനോടും ഹവ്വയോടും ഉള്ള ബന്ധത്തിൽ ഇനി മേലാൽ നിങ്ങൾ രണ്ടല്ല ഒന്നത്രേ എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക്. അപ്പൊ അതിൽ നിന്ന് വേറൊരു വാക്കുണ്ട്, യാഖീഡ് എന്ന് പറയുന്ന വാക്ക്. ആ യാഖീഡ് എന്ന് പറയുന്ന വാക്കിന് ഓൺലി വൺ, ഒരേ ഒരു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏഖഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ, ഏകസത്യ ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്കുള്ള പ്രശ്നം, ഈ 3 ആളത്വങ്ങൾ എങ്ങനെ ഏകദൈവമായി തീരും? അപ്പോൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ടേംസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഏകത്വം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സാധാരണയായിട്ട് ട്രിനിറ്റിയെ മനസ്സിലാക്കുന്നത് സാരാംശത്തിൽ ഏകനും ആളത്വത്തിൽ മൂവരും. അതാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു പ്രയോഗം. തിയോളജിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നു, ആളത്വത്തിൽ മൂവരും സാരാംശത്തിൽ ഒരുവനും. അപ്പൊ ഇവരുടെ സാരാംശം എന്നാണ്. പക്ഷെ ഈ സാരാംശം എന്ന വാക്കിന്റെ അർത്ഥം പലർക്കും അറിയില്ല. നമ്മളങ്ങ് കാണാം, ആളത്വത്തിൽ 3 സാരാംശത്തിൽ 1 നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചു വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് കൺഫ്യൂഷനാണ്. ഈ പിതാവിനോട് ചോദിച്ചാലേ ഈ പുത്രന് നമുക്ക് വല്ലതും തരാൻ പറ്റത്തുള്ളൂ, കാരണം പിതാവ് പുത്രനേക്കാൾ ഹയർ ഗ്രൗണ്ടിലാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ആവശ്യമില്ല. അങ്ങനെയല്ല ദൈവവചനം വെളിപ്പെടുത്തുന്നത് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. 3 പ്രധാന കാര്യങ്ങളാണ് ഈ 3 ആളത്വങ്ങൾ തമ്മിൽ ഏകമായി സ്ഥിതി ചെയ്യുന്നതിനുള്ള കാരണം. അവര് സത്തയിലും സാരാംശത്തിലും സ്വഭാവത്തിലും തത്തുല്യരായ 3 വ്യക്തികളാണ്. സത്തയിലും സാരാംശത്തിലും സ്വഭാവത്തിലും എന്ന് പറഞ്ഞാൽ ദൈവത്വത്തിൽ ഈ 3 ആളുകളും തുല്യരാണ്, ഈക്വലാണ്. സിമിലർ അല്ല, ലൈക്നെസ് അല്ല, ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ ഈ 3 ആളത്വങ്ങളുടെയും വ്യക്തിത്വം ഡിഫറൻ്റ് ആണ്. പക്ഷേ അത് തമ്മിലുള്ള ആ സാരാംശം, സത്ത എന്ന് പറയുന്നത്, ദൈവത്വം എന്ന് പറയുന്നത് ഈക്വലാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്നാൽ ആ വാക്യത്തിൽ പറയുന്നത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഉയരുന്നൊരു ചോദ്യം, ഏകസത്യ ദൈവമായ നിന്നെയും. അപ്പോൾ പിതാവായ ദൈവമാണ് ഏകസത്യ ദൈവം, ബാക്കി രണ്ടുപേരും ഏകസത്യ ദൈവമല്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതിനുള്ള സൊല്യൂഷൻ, ദൈവത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം എന്നതിന് കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിഷയം പറയാം. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ 3 വാക്കുകളെ നമ്മൾ കൃത്യം ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിതാവും പുത്രനും ഡിഫറെന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വ്യക്തികളാണ്. ഈ ഇൻഡിപെൻഡന്റ് വ്യക്തികൾ ഇറ്റേണിറ്റിയായി, നിത്യമായി ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. ഈ 2 പേരും ചേർന്ന് നിൽക്കുന്ന, അപ്പൊ ബഹുത്വം ഓൾറെഡി ഒന്നിലധികം ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞു. ഇനി പരിശുദ്ധാത്മാവ് പിന്നീടാണ് നമ്മൾ മുന്നോട്ടാണ് വായിക്കുന്നത്. പഴയ നിയമത്തിലും യഹോവയുടെ ആത്മാവ്, പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 3-ാം ആളത്വത്തെ, ഇത് പിതാവായ ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് എന്നല്ല അവിടുത്തെ ആശയം. ഇവർ തമ്മിലുള്ള ഈ ഏകീഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിളിക്കുന്നത്. പിതാവിന്റെ, ദൈവത്തിന്റെ ആത്മാവ് എന്നും പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവ് അവന് വരേണ്ട കഷ്ടങ്ങളെ കുറിച്ച് പ്രവാചകൻ മുഖാന്തരം മുന്നറിയിച്ചു എന്ന് പറയും. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ്, അപ്പോൾ ഒരേ ആണ് തന്നെ 2 പേരുടെ ആത്മാവാകുന്നത് അങ്ങനെയല്ല. ഈ 3 ആളത്വങ്ങളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് ഏകസത്യദൈവം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 3 വ്യക്തികളും
ആണത്വത്തിൽ ഇവർ ഡിഫറെന്റ്, 3 ഇൻഡിപെൻഡന്റ് വ്യക്തികൾ. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും, മാറി നിൽക്കാനായിട്ട് കഴിയും, ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവരുടെ ദൈവത്വവും ഇവരുടെ കോർഡിനേഷൻ അല്ലെ സമത്വമാണ് ഇതിന്റെ അടിസ്ഥാനം. ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി, ആ പദ്ധതി ദൈവത്തിന്റെ മനസ്സിൽ വരുമ്പോൾ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള പദ്ധതി വരുമ്പോൾ, ഈ പദ്ധതി 3 പേരുടെയും ചിന്തയിൽ അല്ലെങ്കിൽ മനസ്സിൽ ഒരുമിച്ചാണ് വരിക, ഒരേപോലെ വരുന്നു. പിന്നെ അവിടെ ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് വർക്ക്സ്, വർക്കിംഗ് ഔട്ട് എങ്ങനെയാണ് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണ് സകലവും അവൻ മുഖാന്തരം ഉണ്ടായി. അപ്പോൾ ആളത്വപരമായി സൃഷ്ടികർമ്മം നിർവഹിച്ചത് പുത്രനാണ് എന്നുള്ള വിഷയമാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. അപ്പൊ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആളത്വപരമായി കൃത്യമായിട്ട് ഇടപെടുന്നത് പുത്രനാം ദൈവമാണ്. പിതാവായ ദൈവം, നമ്മുടെ ദൈവം ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായവനാ എന്നാണ് പിതാവിനെ കുറിച്ച് പറയുന്നത്. മോശ ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത് ക്രിസ്തുവാണ്. അപ്പൊ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഇടപെടുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നുവെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ ആളത്വപരമായി വിസിബിൾ ആയിട്ട് 2 രംഗത്ത് കാണുന്നു. ഒന്ന്, കർത്താവിന്റെ സ്നാന സമയത്ത് പ്രാവ് എന്നതുപോലെ, പ്രാവിനെ പോലെയാണ് പരിശുദ്ധാത്മാവിന്റെ രൂപം എന്നല്ല അതിന്റെ ആശയം. പ്രാവ് എന്നതുപോലെ ദേഹരൂപത്തിൽ വന്നു. അത് യോഹന്നാനുള്ള ഒരു അടയാളമായിരുന്നു. അഗ്നിനാവുകളായിട്ട് പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടു. അതും പ്രത്യക്ഷത അടയാളമായിട്ടാണ് വെളിപ്പെട്ടത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ദൈവം ആത്മാവാകുന്നു എന്നതുപോലെ ആളത്വപരമായ രൂപത്തിൽ, ആത്മീയ രൂപത്തിലാണ് ദൈവം നിലകൊള്ളുന്നത്. ഇപ്പൊ ഈ ഒരു ദൈവിക ആളത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവർ ഈക്വൽ ആണ്. ഇംഗ്ലീഷിൽ 3 വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ദൈവിക ആളത്വങ്ങളുടെ സംയോജനത്തെ കുറിക്കുവാനായിട്ട്: കോ ഈക്വൽ, കോ ഇറ്റേണൽ ആൻഡ് കോ സബ്സ്റ്റൻസ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെയാണ് ആളത്വത്തിൽ മൂവരും, സാരാംശത്തിൽ ഏകനും. ഏകനും എന്ന് പറയാൻ പറ്റത്തില്ല, ഏകരും എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. 3 ആളത്വങ്ങളാണ്. ഇനി നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഈ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ നമുക്കറിയാം ജനറൽ ലെവലേഷൻ, പൊതുവായ ദൈവിക വെളിപ്പാടുകൾ. അപ്പൊ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ട് എന്നുള്ള ദൈവിക വെളിപ്പാട് പൊതുവായിട്ട് മനുഷ്യന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ അതിനെ പെർവേർട്ട് ചെയ്തു, വ്യതിചലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബഹുദൈവ വിശ്വാസം ഉണ്ടായി, ദൈവങ്ങളുണ്ടായി. പിന്നെ പല മതങ്ങളിലും ഒരു ശരീരത്തിൽ 3 തലയുള്ള ആൾ രൂപങ്ങളായിട്ട് അവരതിനെ ചിത്രീകരിച്ചു. അപ്പോൾ മനുഷ്യൻ, നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിനൊത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ പാപം ചെയ്തതിന് ശേഷം മനുഷ്യന് പരിമിതികൾ വന്നതുകൊണ്ട് പല അണ്ടർസ്റ്റാൻഡിങ്ങും വികലമാക്കപ്പെട്ടു പോയി. അപ്പോൾ വിശ്വാസികൾ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മൾ പോലും ദൈവത്തിന്റെ ആളത്വത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവമായിരിക്കണമെന്ന് നമുക്ക് ചിന്ത. ദൈവം ഏകനാന്ന് പറഞ്ഞാൽ ഒറ്റ വ്യക്തിയെ പാടുള്ളൂ. അത് 3ആയിട്ട് വന്നു കഴിഞ്ഞാൽ 3 അപ്പിയറൻസ് ആയിരിക്കണം. പുത്രനായിട്ട് വരുമ്പോൾ പുത്രൻ, പരിശുദ്ധാത്മാവായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ്. ഈ 3 പേരോട് ചേരുമ്പോൾ ഏകദൈവം. അതല്ല തൃത്വം. തൃത്വം എന്ന് പറയുന്നത് 3 വ്യക്തികളാണ്. 3 വ്യക്തികൾ അവരെല്ലാ നിലയിലും ഈക്വലാണ്. അവരുടെ പ്രവർത്തന പദ്ധതിയും ഈക്വലാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം പദ്ധതി ഇടുമ്പോൾ ഈ 3 പേരുടെയും ഹൃദയത്തിൽ ഒരു സെക്കൻഡിൽ, ഒരേ നിമിഷത്തിൽ, ഒരേ നിലയിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെട്ട് വരിക. എന്നാൽ അത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമെന്നതിന് അവര് അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ സഭ രൂപപ്പെട്ടതിന് ശേഷം കർത്താവ് പറഞ്ഞു കാര്യസ്ഥനെ അയക്കും. അപ്പൊ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയെ പരിപാലിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളപ്പോൾ എങ്ങനെയാണ് ഇത് പിതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയാനായിട്ട് കഴിയുക? അങ്ങനെ കഴിയില്ല. ഇത് 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികൾ തമ്മിൽ സാരാംശത്തിൽ ഏകരായിട്ട് നിൽക്കുന്നു. അത് ഞാൻ മലയാളത്തിൽ ഒരൊറ്റ വാക്കിൽ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ, ഈ ദൈവത്തിലെ ആണത്വങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് നിത്യ സാരാംശ സമത്വം എന്ന് പറയാം. നിത്യ സാരാംശ സമത്വം. അതിന്റെ 3 വാക്കുകളാണ് കോ ഈക്വൽ, കോ ഇറ്റേണൽ, കോ സബ്സ്റ്റൻസ്. അതിനെ ഞാൻ മലയാളത്തിൽ ഒരൊറ്റ വാക്കാക്കി നിത്യ സാരാംശ സമത്വം. സാരാംശത്തിൽ, ഇൻ എ സെൻസ്, സബ്സ്റ്റൻസിൽ ദൈവം ഈക്വലാണ്, തുല്യനാണ്. എവിടെ? നിത്യമായി ഈക്വലാണ്. അപ്പോൾ ദൈവത്തിലെ ഈ 3 ആളത്വങ്ങളും നിത്യമായി
ഈക്വലായിട്ട് നിൽക്കുന്നു. അപ്പോൾ കർത്താവ് സംസാരിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ സംസാരിച്ചത് എന്ന് നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പേഴ്സൺസ് ഇൻ ഗോഡ് ഹെഡ് ആർ കോ ഈക്വൽ ആൻഡ് ഇറ്റേണൽ ഇൻ സബ്സ്റ്റൻസ്. അതാണ് ഞാൻ നിത്യ സാരാംശ സമത്വം എന്ന് പറഞ്ഞത്. പേഴ്സൺസ് ഇൻ ഗോഡ് ഹെഡ് ആർ കോ ഈക്വൽ ആൻഡ് ഇറ്റേണൽ ഇൻ സബ്സ്റ്റൻസ്. ആളത്വത്തിൽ മൂവരും സാരാംശത്തില് ഏകരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇവർ തമ്മിൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ദൈവത്വത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് പാടില്ല. ഇവർ ഈക്വലാണ്, കോ ഈക്വൽ എല്ലാ നിലയിലും ആളത്വപരമായിട്ട് ഇവർ മൂന്നുപേരും. അതുകൊണ്ടാണ് ഏക സത്യദൈവം എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് യാതൊരു നിലയിലും ഗ്രേഡ് കൂടിയോ കുറച്ചോ. അപ്പൊ പിതാവിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിതാവിനേക്കാൾ കുറച്ച് കുറവല്ല. എഫെസാക്ഷികളൊക്കെ പറയുന്ന പോലെ പുത്രൻ ഒരു കുട്ടി ദൈവമാണ്, ദൈവത്തിന്റെ മകനായതുകൊണ്ട് കുട്ടി ദൈവമാണ്. അങ്ങനെ പറയുന്നത് തന്നെ ദൈവദൂഷണമാണ്. ഇവിടെ ദൈവപുത്രൻ എന്ന വാക്ക് പറഞ്ഞപ്പോൾ യഹൂദന്മാർ കർത്താവിനെതിരെ തിരിയാനുള്ള കാരണം എന്താ? യഹൂദ പശ്ചാത്തലത്തിൽ ജൂവിഷ് കൾച്ചറിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് തന്നെ എൻ്റെ ആശയം. അപ്പോൾ അവര് അത് ഏറ്റവും ഒഫൻസീവായിട്ട് അവർ കണ്ടു. അവർ ദൈവത്തെ അവരെ ആഗ്രഹിച്ച നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, കർത്താവ് തൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യ ശരീരത്തിൽ താൻ വന്നപ്പോൾ കർത്താവിലെ 3 പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ക്രിസ്റ്റോളജിയുടെ ഭാഗമാണ്. ക്രിസ്റ്റോളജി ആണല്ലോ യോഹന്നാന്റെ പ്രധാന വിഷയം. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് 5-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക് കടന്നു പോവാം. 3 അടിസ്ഥാന സ്വഭാവങ്ങളാണ് യേശുക്രിസ്തുവിനുള്ളത്. ഒന്ന്, യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ്. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈ 3 അവസ്ഥകൾ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ 3 സ്വഭാവങ്ങളെയും നമുക്ക് വ്യക്തമായി കാണാം. ഒന്ന്, പെർഫെക്റ്റ് ഗോഡ്, പെർഫെക്റ്റ് മാൻ ആൻഡ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരും ദൈവത്വവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു നിസ്തുല്യ വ്യക്തിപ്രഭാവമാണ് യേശു. ഇത് പിതാവിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിതാവും പരിശുദ്ധാത്മാവും പുത്രനും ഇവര് ഇൻഡിപെൻഡന്റ്, അതായത് ഡിഫറെന്റ് വ്യക്തികളാണ്, ഇൻഡിവിജ്വൽസ് ആണ്. 3 വ്യത്യസ്ത വ്യക്തികളാണ്. അതുകൊണ്ട് ഇവർക്ക് സ്വതന്ത്രമായി നിൽക്കുവാനും, എന്നാൽ അതിന്റെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ദൈവമായിരിക്കുന്നത് പോലെ കർത്താവ് പൂർണ്ണ മനുഷ്യനായി തീരുവാനായിട്ട് ഉള്ളത് ഈ ദൈവിക ആളത്വങ്ങളിലെ 3 പേരുടെയും ഏകീഭാവത്തോടു കൂടിയുള്ള ഡിസിഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്നു. അതിനുശേഷം കർത്താവ് വന്ന് ക്രൂശിൽ യാഗമാക്കിയപ്പോൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ യാഗമാക്കിയ നമ്മുടെ കർത്താവ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ക്രൂശിൽ കർത്താവിനെ യാഗമാക്കിയതെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. കർത്താവ് പറഞ്ഞ എന്റെ പ്രാണനെ ആരും എടുക്കുന്നില്ല, ഞാൻ തന്നെ സമർപ്പിക്കുന്നു. പിതാവ് എന്ത് പറയുന്നു? പിന്നെ നമ്മൾ വായിക്കുന്നു, പിതാവ് തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ള വിഷയം ദൈവിക ആളത്വങ്ങളിൽ, ദൈവിക പദ്ധതിയിൽ 3 വ്യക്തികളും ഡിഫറൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നുവെങ്കിലും ഇവർ എല്ലാ നിലയിലും ഏകീഭാവം അല്ലെങ്കിൽ ഏകത്വം, ഈക്വാലിറ്റി, സമത്വം ഉള്ളവരാണ്. സിമിലാരിറ്റി അല്ല, അവർ കമ്പാരിറ്റീവ്ലി സിമിലർ അല്ല, അവർ ഈക്വൽ ആണ് എല്ലാ നിലയിലും. അതുകൊണ്ടാണ് ഈ ദൈവിക ആളത്വങ്ങളെ നമ്മൾ ഏകസത്യ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 19-ാം വാക്യത്തിലേക്ക് 5:19 നമ്മൾ തിരിച്ച് ഇപ്പോൾ ഏകദേശം ധാരണ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് പെർഫെക്റ്റ് ആയിട്ട് ആകണമെന്നില്ല. നമ്മൾ ദൈവിക സത്യം പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് സനീഷ് ഇങ്ങനെ ഒരു പഴുതില്ലേ എന്ന് ചിന്തിക്കാം. ചില പഴുതുകൾ കാണാം. അപ്പോൾ ചിന്തിക്കുക ഈ വിഷയം. അപ്പം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം, ഈ ത്രിയേക ദൈവം എന്ന് പറയുന്നതിന്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ നിത്യ സാരാംശ സമത്വം. ഒരു 3 വ്യക്തികളാണ്. എന്നാൽ ഈ 3 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിത്യ സാരാംശ സമത്വം എന്ന് പറഞ്ഞാൽ അവർ കോ ഇറ്റേണൽ ആൻഡ് കോ ഈക്വൽ ഇൻ സബ്സ്റ്റൻസ്. അതുകൊണ്ടാണ് ഏക സത്യദൈവം എന്ന് പറയുന്നത്. ഈ കർത്താവ് പറയുന്നത് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച പുത്രൻ. അപ്പൊ ഏക സത്യദൈവം പിതാവ് തന്നെയാണെന്നല്ലേ വരുന്നത്. പക്ഷെ കർത്താവോട് ഉദ്ദേശിക്കുന്നത് എന്താ? ഏകസത്യ ദൈവമായിരിക്കുന്നത് യഹൂദന്മാർക്ക് മനസ്സിലാകണമെങ്കിൽ ആ ടെർമിനോളജി ഉപയോഗിക്കണം. ഏകസത്യ ദൈവം എന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. അവർ മോണോതീയിസ്റ്റിക് റിലീജിയനാണ്, അവർ ഒരേ ഒരു ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അവർ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് പറയണം, ഏകസത്യ ദൈവമായിരിക്കുന്ന പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന പുത്രനെയും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. അപ്പോൾ കർത്താവ് അവിടെ വ്യക്തിപരമായിട്ട് ആ വ്യക്തിത്വം, ആളത്വപരമായ ഡിവിഷൻ, ആളത്വപരമായ വ്യത്യാസം കർത്താവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. ആ ആളത്വപരമായ വ്യത്യാസം നിൽക്കുമ്പോൾ തന്നെ പിതാവിനോട് ഈക്വൽ ആയിട്ട് കർത്താവ് ദൈവമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സർവസമ്പൂർണത,
അപ്പൊ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണം എന്ന് പറയുമ്പോൾ ദൈവം ഫിസിക്കൽ രൂപത്തിൽ ജഡത്തിലാണോ? അല്ല. ദൈവം ആത്മജീവിയാണ്. പക്ഷെ ദൈവത്തിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സ്വഭാവവും ദൈവത്തിന്റെ മഹത്വവും പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആ സമ്പൂർണ്ണ ഗ്ലോറി മറുരൂപമലയിൽ വെച്ച് കർത്താവ് തന്റെ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ, തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ, ധന്യനായ ഏകാധിപതിയും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പൂർണ്ണ ഗ്ലോറിയിൽ വെളിപ്പെടുന്നത് ഭാവിയിലാണ്. അതായത് കർത്താവിന്റെ തേജസ്സിൽ വെളിപ്പെടുന്ന ഗ്ലോറിയസ് അപ്പിയറൻസിലാണ് കർത്താവ് തന്റെ സമ്പൂർണ്ണ ഗ്ലോറിയോടെ വെളിപ്പെടുന്നത്. കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെത്താൻ ഒഴിച്ചു. തന്റെ ഗ്ലോറി താൻ തൽക്കാലത്തേക്ക് ഒന്ന് മറച്ചു വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഗ്ലോറി മരുരൂപമലയിൽ വെച്ച്. വേറെ ഒരു വ്യത്യാസവും ആളത്വപരമായി യേശുക്രിസ്തുവിലില്ല. യേശുക്രിസ്തു മനുഷ്യ ശരീരം സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തു ഗ്ലോറി തനിക്ക്, അതായത് മനുഷ്യന് ദൈവിക ഗ്ലോറിയോടുകൂടി മനുഷ്യനോടുകൂടെ ജീവിക്കുവാനായിട്ട് പറ്റില്ല. കാരണം മനുഷ്യന് അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്ന്. രണ്ട്, പാപപൂരിത ലോകത്തിലേക്കാണ് വന്നത്. പാപത്തിന് പരിഹാരം ഒരുക്കുവാനായിട്ട് വരുമ്പോൾ ക്രൂശന്മേലേക്ക് പാപിയെ പോലെ ക്രൂശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഗ്ലോറി അത് ആവശ്യമില്ല. അത് ഒരു തടസ്സമാണ്. കാരണം ഗ്ലോറിയസ് ദൈവം ക്രൂശ് വഹിക്കുവാനായിട്ട് പാടില്ല. പൂർണ്ണ മനുഷ്യനായിട്ട് വന്നു കഴിയുമ്പോൾ മനുഷ്യനെ റെപ്രസെന്റേറ്റീവ് ചെയ്ത് പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ക്രൂശുമായി പോകുന്നതിന് വേണ്ടി കർത്താവ് ഗ്ലോറി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. എന്നാൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത യേശു ക്രിസ്തുവിന് കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും ഇക്വാലിറ്റിയും ഈ കർത്താവിൽ പുത്രനിലുണ്ട്. അതേ ക്വാളിറ്റീസ് പരിശുദ്ധാത്മാവിലുമുണ്ട്. എന്നാൽ ഇവർ പ്രവൃത്തിപദത്തിലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ ഒരു പ്രവൃത്തിയിൽ ഈ മൂവരും തമ്മിൽ ഈക്വൽ കോർഡിനേഷൻ ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറ്റുന്ന ഒരു വാക്കാണ് അത്. ഏത് പ്രവൃത്തി, സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ, ഏത് വിഷയത്തിലായാലും ഇവ തമ്മിലുള്ള ആ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരുമിച്ചാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ കർത്താവ്, നമ്മൾക്ക് ആ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ആളത്വം ഡിഫറെന്റ് ആണ്, അവര് കോ ഈക്വൽ ആണ്. നിത്യ സാരാംശ സമത്വം, ആ വാക്ക് അങ്ങനെ തന്നെ കാണപ്പെടാൻ പഠിച്ചു. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ കോ ഈക്വൽ ആൻഡ് ഇറ്റേണൽ ഇൻ സബ്സ്റ്റൻസ്, നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാൻ പാകുന്നത് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 3 persons ആർ കോ ഈക്വൽ ഇറ്റേണൽ ഇൻ സബ്സ്റ്റൻസ്, സാരാംശത്തിൽ എന്ന് പറഞ്ഞാൽ അന്തസത്തയിൽ, ആത്മാവിലല്ല, അന്തസത്ത എല്ലാ നിലയിലും ഒരു ഈക്വലാണ്, സ്വഭാവത്തിൽ ഈക്വലാണ്. ഗ്ലോറിയിൽ പിതാവിനെക്കാട്ടിൽ കുറച്ച് ഗ്ലോറി കുറഞ്ഞ ദൈവമല്ല പുത്രൻ, പിതാവിനെക്കാട്ടിൽ കുറച്ച് ഗ്ലോറി കുറഞ്ഞ ദൈവമല്ല പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് 3 ദൈവങ്ങളല്ല, ഈ 3 വ്യക്തിത്വങ്ങൾ എല്ലാ നിലയിലും ഈക്വൽ ആയതുകൊണ്ട് ഏകസത്യദൈവമായി നിൽക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ക്രമീകൃതമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് കൃത്യമായി വെളിപ്പെടുത്തിയിട്ട് മനുഷ്യൻ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ജനറൽ റെവലേഷനിൽ, പൊതുവായ വെളിപ്പാടിൽ കർത്താവ് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അതിനെ വികലമാക്കി ചിത്രീകരിച്ചു. അതുകൊണ്ട് ഹിന്ദുയിസത്തിൽ പരബ്രഹ്മം എന്ന് പറയുന്നത് 3 തലയും 1 ഉടലുമായിട്ട് നിൽക്കുന്നു. അത് ദൈവത്വത്തിൽ പ്ലൂറാലിറ്റി ഉണ്ട് എന്നത് കൺസെപ്റ്റിനെ അവർ ചിത്രീകരിച്ചു, ഒരു ദൈവം 3 തലയുമായിട്ട് നിൽക്കുന്നതായിട്ട്. എന്നാൽ പോളിതീയിസം, ഓരോ വ്യക്തികളും ഓരോ ദൈവങ്ങളാണെന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഈ പൊതുവായ വെളിപ്പാടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഉൾക്കാഴ്ചയെ വികലമാക്കി കളഞ്ഞതാണ്. എന്നാൽ സ്പെഷ്യൽ റെവലേഷൻ വഴി, അതായത് യഹൂദന്മാർ മുഖാന്തരം ദൈവം നൽകിയ സ്പെഷ്യൽ റെവലേഷൻ വഴി ദൈവം കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഉൽപ്പത്തി 2-ാം അധ്യായം മുതൽ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൽ ഒന്നിലധികം ആളത്വമുണ്ട്. അത് പ്രോഗ്രസ് ആയിട്ട് വന്നിട്ട് പഴയ നിയമത്തിൽ തന്നെ മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, യഹോവയുടെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ 3 പേരെ കുറിച്ച് സൂചിപ്പിക്കുന്നു. പക്ഷെ പുതിയ നിയമത്തിലാണ് കൃത്യമായ റെവലേഷൻ വരുന്നത്. മത്തായി സുവിശേഷം 28:19 വരുമ്പോൾ ഈ 3 ആളത്വങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നു. അതുപോലെ 2 കൊരിന്ത്യരിലെ അവസാന ഭാഗത്ത് വരുമ്പോൾ ആശീർവാദത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മ. ഈ കാര്യങ്ങൾ പറയുന്ന നാം ഇവരെ 3 ദൈവങ്ങളായിട്ടല്ല കാണേണ്ടത്, ഒരു ദൈവത്തിന്റെ 3 രൂപങ്ങളായിട്ടും അല്ല കാണേണ്ടത്. 3 വ്യക്തികൾ സാരാംശത്തിൽ ഏകരായി, തുല്യരായി, ഈക്വലായി നിൽക്കുന്നു. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഈ വിഷയം പറയാവുന്നത്, ഇതിന്റെ വാക്യങ്ങൾ റെഫറൻസ് എല്ലാം അടക്കമുള്ള ക്ലാസ്
നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോൺ സാർ ഇട്ട ക്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ട്രിനിറ്റി എന്നുള്ള വിഷയം എത്ര പഠിച്ചാലും അവിടെ ഇവിടെയൊക്കെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പിന്നെയും പഠിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പരമാവധി എങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം എന്ന് ചിന്തിച്ചത്. ഇപ്പോൾ ആ കാര്യം മനസ്സിലായി. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. 3 ഡിഫറെന്റ് വ്യക്തികൾ. ഡിഫറെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള ആശയത്തിലാണ്. 3 പേരും വ്യത്യസ്തരാണെന്ന് പറയാം. 3 വ്യക്തികളാണ്. ആ 3 വ്യക്തികൾ സാരാംശത്തിൽ, ഇൻ സബ്സ്റ്റൻസ്, അവരൊന്നാണ്. ദൈവത്വത്തിൽ, ആളത്വത്തിൽ ഒരു ന്യൂനതയും ഒരു ഏറ്റക്കുറച്ചിലുകളും ഈ 3 ആളത്വങ്ങൾ തമ്മിലുമില്ല. അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലില്ല, അവർ തമ്മിലുള്ള പ്രവൃത്തിയിലില്ല. എല്ലാ പ്രവൃത്തികളും പിതാവിന്റെയും ആക്ഷൻ ഉണ്ട്, പുത്രന്റെ ആക്ഷൻ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആക്ഷൻ ഉണ്ട്. പക്ഷെ മനുഷ്യർക്ക് വിസിബിൾ ആയിട്ട് പ്രവൃത്തി പദത്തിൽ പ്രവർത്തിക്കുന്നത് പുത്രനും പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവം സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നു. നമ്മൾ വായിക്കുമ്പോൾ സ്വർഗാദി സ്വർഗത്തിലാണ് പിതാവായ ദൈവം വസിക്കുന്നത് ആളത്വപരമായി. കർത്താവ് ഈ 3 ആളത്വങ്ങളും സർവജ്ഞാനിയും സർവശക്തരും സർവവ്യാപിയുമാണ്. ഒരു വ്യത്യാസം ഇവർ തമ്മിലില്ല. ഇവർ കോ ഈക്വൽ ആണ്. അപ്പോൾ ഈ വാക്ക് മറന്നു പോകാതെ മനസ്സിൽ വെക്കുക. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ നിത്യ സാരാംശ സമത്വമാണ്. കോ ഈക്വൽ ആൻഡ് ഇറ്റേണൽ ഇൻ സബ്സ്റ്റൻസ്. അത് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം. പിന്നെ അത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം അത്രേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഈ 3 വ്യക്തികൾ അങ്ങനെ ഇത് കൂടുതൽ ഇങ്ങനെ ഇരിക്കും? നോ. കർത്താവ് പറഞ്ഞിടത്ത് നിൽക്കുക. അതാണ് പറയുന്നത്. ഇതിനകത്ത് വിശ്വാസത്തിന്റെ ഒരു തലം കൂടിയുണ്ട്. ഇതിനെ എങ്ങനെ വേണേലും നമുക്ക് മറിച്ച് ചോദ്യം ചെയ്യാം. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് ഓരോ ദുരുപദേശ കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്. വൺനെസ് തിയോളജി, യേശുനാമക്കാരെ, യഹോവസാക്ഷികളൊക്കെ രൂപം കൊണ്ടത് ഈ ഒരു ദൈവിക ഐക്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നതാണ്. അതിന്റെ പിന്നാലെ ബ്രദറുകാരും പോകുന്നുണ്ട്. നമ്മൾ കാരണം ഈ വിഷയം വേണ്ടുവോളം ഗ്രഹിക്കുവാനായിട്ട് വേർപെട്ട ദൈവമക്കളും ശ്രമിക്കാറില്ല എന്നുള്ള ഒരു കാരണം. നമ്മൾ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയം എടുത്തു വെച്ച് പഠിക്കണം. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ ചോദിച്ചു, ബ്രദറെ, ഈ പിതാവ് ചെയ്യുന്നത് കാണാതെ പുത്രനൊന്നും സ്വയമേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പിതാവും പുത്രനും തമ്മിൽ ദൈവത്വത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ തലങ്ങൾ, അതാണ് നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് കാണുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ തലങ്ങൾ. ഇവിടെ 2 കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ വന്നു എന്ന് സഹോദരന്മാർ പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്ത് ചെയ്യാതെ പോകുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ വചനം പഠിക്കാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. ഒരു ക്ലാസ് കൂടി നോർത്ത് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 19-ാം വാക്യത്തിൽ പറയുന്ന വിഷയം യേശു കർത്താവും പിതാവും പുത്രനും തമ്മിലുള്ള പ്രവൃത്തിയിലെ സമത്വം. ഏറ്റവും ലളിതമായിട്ട് ഞാൻ വിഷയം പറയാം. അവർ പ്രവർത്തിക്കുന്നത് ഈക്വലാണ്. പിതാവ് ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പിതാവിന് എന്താണോ പ്രവർത്തിക്കാനുള്ളത് അതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പിന്നെ കർത്താവ് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ആരോടാ സംസാരിക്കുന്നേ? മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ കർത്താവിന് 3 അവസ്ഥകളുണ്ട്. പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്, ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണ്. ഈ 3 ആസ്പെക്ട് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യനായിട്ട് കർത്താവിന്റെ ഇവർ നിൽക്കുമ്പോൾ കർത്താവ് ക്ലെയിം ചെയ്യുന്നത് ഞാൻ ദൈവമാണെന്നാണ്. പക്ഷെ യഹൂദന്മാർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ അവരെ കൺവിൻസ് ചെയ്യുവാനായിട്ട് കർത്താവ് പറയുന്ന ഒരു ഉദാഹരണമാണ് പിതാവും പുത്രനും തമ്മിലുള്ള പ്രവൃത്തിയിലെ ഇക്വാലിറ്റി. അപ്പൊ അതിനുവേണ്ടി കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും ലളിതമായ രൂപം എന്ന് പറഞ്ഞാൽ പിതാവ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പുത്രനും ചെയ്യുന്നത്. ഏറ്റവും ലളിതമായതാ. പക്ഷെ അവരോട് പറയുന്നത് അതിന്റെ അർത്ഥം പറയാം, അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവൻ തന്നെ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ചെയ്യുന്നത് കാണുന്നതല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ രണ്ടാമത് പറയുകയാണ് എന്ത്? പിതാവ് ചെയ്യുന്നത് തന്നെയാണ് പുത്രനും ചെയ്യുന്നത്. അപ്പോൾ ഈ പിതാവിനോട് താൻ കോ ഈക്വൽ ആണ് എന്നുള്ള വിഷയം യഹൂദന്മാർക്ക് കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിക്കൊള്ളുന്നു. അവിടെ കർത്താവിന്റെ ദൈവത്വത്തിന്റെ അളവിനെ നമ്മൾ സംശയിക്കേണ്ട. ഈ യഹൂദന്മാരോട് കർത്താവ് എൻ്റെ പിതാവ് എന്ന വാക്ക് പറഞ്ഞപ്പോൾ അവർക്ക് അവനെ കൊല്ലുവാനായിട്ട് അവർ ആഗ്രഹിച്ചു, താല്പര്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അത്ര കുപിതരായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പാകെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളെ അതുപോലെ കണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനർത്ഥം എങ്ങനെയാണോ പിതാവ് ചെയ്തത് എക്സാക്ട്ലി അതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന അടുത്ത വാക്കിലാണ് കർത്താവ് അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും
ഔവണ്ണം തന്നെ ചെയ്യുന്നു. ഔവണ്ണം എന്നതിനാണ് അവിടെ പ്രാധാന്യം. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നത് അവന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യത്തേത് പ്രവൃത്തികളിലുള്ള സമത്വം. അപ്പം പിതാവും പുത്രനും തമ്മിൽ എക്സാക്ട്ലി എങ്ങനെയാണോ പിതാവ്, അതുപോലെ തന്നെയാണ് പുത്രൻ പ്രവർത്തിക്കുന്നത്. പിതാവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പുത്രനും പ്രവർത്തിക്കുന്നു. അത് സർവശക്തനാണ്. പിതാവിനെ പോലെ തന്നെ പുത്രൻ സർവശക്തനാണ്. പിതാവിനെ പോലെ തന്നെ പുത്രൻ സർവജ്ഞാനിയാണ്. പിതാവിനെ പോലെ തന്നെ പുത്രൻ സർവവ്യാപിയാണ്. അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ കാരണം ഇവര് 3 വ്യക്തികളാണ് എന്നുള്ള അടിസ്ഥാന വേദപുസ്തക വെളിപ്പാടിനെ നമ്മൾ ഒരു ദൈവത്തിന്റെ 3 ഭാവങ്ങളായോ ഒരു ദൈവത്തിലെ 3 തലകളായോ ചിന്തിക്കരുത്. 3 വ്യക്തികൾ അവർ ഈക്വലാണ്, ഈക്വലാണ്. സബ്സ്റ്റൻസിൽ, ദൈവത്വത്തിൽ അവർ ഒരുപോലെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഏക സത്യദൈവം. നമുക്ക് ഏതെങ്കിലും നിലയിൽ ഈ 3 ആളത്വങ്ങളെയും തമ്മിൽ ഏതെങ്കിലും ഒരു സ്വഭാവത്തിലോ ഏതെങ്കിലും ഒരു രൂപത്തിലോ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ട്വിൻസ് ഉണ്ട്, ട്രിപ്പിൾസ് ഉണ്ട്. ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്ന 3 മക്കൾ, ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്ന 2 മക്കൾ. ഇവരൊത്തിരി ഐഡന്റിക്കലാണ്. ഞാൻ ഇവിടെ നേരത്തെ പോയിക്കൊണ്ടിരുന്ന സഭയിൽ ട്വിൻസ് ഉണ്ടായിരുന്നു, 2 പയ്യന്മാര്. അപ്പൊ 2 പേർക്കും ഡിഫറെന്റ് പേരാ. പക്ഷെ ഇവരുടെ മാതാപിതാക്കൾക്ക് പോലും ഇവരെ മാറിപ്പോവുക പേരുകൊണ്ട്. ഏതാണ് ഈ വ്യക്തി, ഏതാണ് ഈ വ്യക്തി? ഞാൻ പേര് പറയാത്തത് വ്യക്തികൾ വിഷയമാണെന്ന് ഓർത്താ. അപ്പോൾ ഇത് ഐഡന്റിക്കലാണ്. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള നമ്മുടെ നോട്ടത്തിൽ അവർ ഏകദേശം സിമിലർ ആണ്. ദൈവിക ആളത്വങ്ങൾ ഈ സിമിലാരിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ 2 വ്യക്തികളും മനുഷ്യരാണ്, അതുകൊണ്ട് ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അവർ ഗ്രോ ചെയ്ത് വന്നപ്പോൾ അവരുടെ റിയാക്ഷൻസ്, അവരുടെ ഇടപെടൽ, അവരുടെ സംസാര ശൈലിയിൽ അവരുടെ ഡിഫറൻഷിയേറ്റ് ആയി എന്ന് പറഞ്ഞ് നമുക്ക് അവരെ പരസ്പരം ഇന്ന വ്യക്തി ഇന്നതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മൾ ഒരാളെ പത്രോസ്നോ ഒരാളെ തോമസ്നോ വിളിച്ചു കഴിഞ്ഞാൽ ഈ വിളിച്ച് കേൾക്കുന്ന പയ്യൻ അറിയാം തോമസ് പത്രോസ്, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏതാ തോമസ് ഏതാ പത്രോസ് എന്നുള്ള കൺഫ്യൂഷൻ. ഇതുപോലെയല്ല ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 പേരും ഒരുപോലെയാ. ഇത് ഐഡന്റിക്കലാണ് ഒരു റെസ്പെക്റ്റിൽ. പക്ഷെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഈക്വൽ എല്ലാ തലങ്ങളിലും, എല്ലാ ആശയങ്ങളിലും, എല്ലാ ഏരിയകളിലും ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഏകസത്യദൈവം, ദൈവത്തെ ഏകസത്യദൈവം എന്ന് വിളിക്കുന്നത്. ഈ ഏകസത്യദൈവത്തിൽ 3 ആളത്വങ്ങൾ, അവർ 3 പേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിലൊരു കോഓർഡിനേഷൻ, പിതാവ് ഇന്നത് ചെയ്യണം, പുത്രൻ ഇന്നതാകണം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കണം എന്നത് തമ്മിൽ, അവർ 3 തമ്മിൽ കൃത്യമായ കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവരെ ഏകസത്യദൈവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറഞ്ഞു വരുന്ന വിഷയം, കർത്താവ് പറയുകയാണ്, പിതാവ് പ്രവർത്തിക്കുന്നത് ഔവണ്ണം തന്നെ, എക്സാക്ട്ലി ആസ് ദ ഫാദർ ഡു. ഫാദർ എന്തു ചെയ്യുന്നോ, എങ്ങനെ ചെയ്യുന്നോ അത് തന്നെ ഞാനും ചെയ്യുന്നു. പക്ഷെ പിതാവല്ല ക്രൂശിൽ മരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പിതാവ് ക്രൂശീകരണത്തിലുള്ള വഴി ഒരുക്കി പുത്രനാണ് ക്രൂശിൽ യാഗമായി തീർന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പിതാവല്ല പുത്രൻ എന്ന്. ഞാൻ കൃത്യമായിട്ട് ഈ 3 വ്യക്തിത്വങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പിതാവാണ് ക്രൂശിക്കപ്പെട്ടത്, പിതാവാണ് ഉയർത്തെഴുന്നേറ്റത്, പിതാവാണ് സ്വർഗത്തിലിരിക്കുന്നത്. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് സ്വർഗത്തിലിരിക്കുമ്പോൾ പിതാവ്, ഭൂമിയിൽ വരുമ്പോൾ ക്രിസ്തു, പിന്നെ സഭാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഭൂലോക മണ്ടത്തരമാണ്. അത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവിക സത്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏതെങ്കിലും പ്രകാരം വിശ്വാസികൾ നമ്മൾ വേർപെട്ട ദൈവമക്കൾ പറഞ്ഞെങ്കിൽ അപ്പൊ തന്നെ ചെവിക്ക് പിടിച്ചും തിരിച്ചിട്ട് പറയണം, 3 ആളത്വങ്ങൾ ഡിഫറെന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഇവർ സാരാംശത്തിലാണ് ഏകമായിട്ട്. ചെവിയെ പിടിക്കാനൊന്നും പോകരുത്, ഞാൻ ഫിഗറേറ്റീവായിട്ട് പറഞ്ഞതാണ്. ഇനി സന്യസ്തരും ചെവിയെ പിടിക്കാൻ പറഞ്ഞത് പോയി പ്രശ്നം ഉണ്ടാക്കരുത്. ഫിഗറേറ്റീവായിട്ട് പറഞ്ഞ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ വിഭജിച്ച് പഠിക്കരുത്. അപ്പോൾ പലരും തൃത്വം പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ടെന്നെല്ലാം വന്ന് 2-3 ദിവസത്തെ ക്ലാസ് എടുത്ത് അവസാനം കൺക്ലൂഡ് വന്നിട്ട് പറയുകയാണ്, ഈ പിതാവ് തന്നെയാണ് പുത്രൻ, പിതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. നോ, പിതാവ് പിതാവാണ്, പുത്രൻ പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. ഈ 3 ആളത്വങ്ങളും ഈ 3 ഇൻഡിവിജ്വൽസും, നമ്മൾ ഇൻഡിവിജ്വൽസ് എന്ന് പറയാൻ പേഴ്സൺസ് എന്നാണ് എക്സാക്ട് പ്രയോഗം. 3 പേഴ്സൺസ് അവർ ഈക്വൽ ആയതുകൊണ്ട് ഒരു വിധത്തിലും അവർ സിമിലറാണ്. അവരുടെ ആട്രിബ്യൂട്ട്സില്, അവരുടെ രൂപത്തില്, അവരുടെ ഗ്ലോറിയില്, എല്ലാ നിലയിലും അവർ ഏകത്വം ഉള്ളവരായതുകൊണ്ടാണ് ഏക സത്യദൈവം. അതുകൊണ്ടാണ് ഏഖഡ് എന്ന വാക്ക് തന്നെ പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലും കർത്താവ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് ഒന്നത് പ്രവൃത്തിയിലുള്ള സമത്വം പറയുന്നു. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. അതിൽ നിന്ന് ഞാൻ പറയാൻ, നമ്മൾ വായിച്ച വാക്യമാണ്, അതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിച്ച വിഷയം ആളത്വത്തിലെ സമത്വം.
ഇക്വാലിറ്റി ഇൻ പേഴ്സൺ. നമ്മൾ 19-ാം വാക്യത്തിൽ വായിച്ചത് പ്രവൃത്തിയിലെ സമത്വമാണ്. 18-ാം വാക്യത്തിൽ ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, എൻ്റെ പിതാവാണ് ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവവുമായിട്ട് തനിക്കുള്ള ഇക്വാലിറ്റി, അവകാശം, സമത്വം, ഗ്ലോറി, എല്ലാ നിലയിലുമുള്ള ഇക്വാലിറ്റി ഉണ്ട്, ആളത്വപരമായ സമത്വമുണ്ട് എന്ന് കർത്താവ് സ്ഥാപിച്ച് പ്രവർത്തിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ കർത്താവ് അടുത്ത വാക്യം എന്താ പറഞ്ഞു? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ ഈ കർത്താവ് ഇങ്ങനെ, കർത്താവിന് വേറെ വല്ല പ്രത്യേകത പറയാൻ? പിതാവിനെ ആരും കണ്ടിട്ടില്ല, ആരും കാണുന്നുമില്ല, ആർക്കും പ്രത്യക്ഷനാവുന്നുമില്ല. പിതാവ് തേജോരൂപിയായി മഹത്വത്തിന്റെ നിറകുടവുമായി മഹത്വധാരിയായി നിൽക്കുന്നു. പുത്രൻ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ മഹത്വം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പുത്രന്റെയും കൂടിയുള്ള തീരുമാനപ്രകാരം ജഡവേഷമെടുത്ത് തേജസ് മാറ്റിവെച്ച് തന്റെ ഗ്ലോറി മറച്ചുവെച്ച് ഭൂമിയിലേക്ക് പൂർണ്ണ മനുഷ്യനെ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പെർഫെക്റ്റ് മാനായിട്ട് ഭൂമിയിലേക്ക് വന്നു. ഇത് പിതാവ് വന്നിട്ടില്ല, ഇത് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, പുത്രൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ പറയുക? മോശ പോലും പിതാവിനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ള വാക്യവും പിതാവിനെ ആരും കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറയുന്നത് ചേർത്ത് വായിക്കുമ്പോൾ മോശയ്ക്ക് വെളിപ്പെട്ടതും കർത്താവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിന്റെ തേജസ് അല്ലെ പൂർണ്ണ ഗ്ലോറിയിൽ കർത്താവിനെ കാണുവാനായിട്ട് മോശ ആഗ്രഹിച്ചെങ്കിലും പാറയുടെ മറവിൽ ഒളിപ്പിച്ചിട്ട് ആ ഗ്ലോറി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറകുവശമാണ് കാണിക്കുന്നത്. പറഞ്ഞാൽ ഗ്ലോറി കണ്ടൊരു മനുഷ്യന് ജീവിച്ചിരിക്കുവാനായിട്ട് പറ്റില്ല. യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഗ്ലോറിയെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആണത്വപരമായി ഇവിടെ നമ്മൾ പറയുന്ന വിഷയം പിതാവിന്റെ പ്രവൃത്തികൾ പുത്രൻ ചെയ്യുന്നു. അപ്പൊ പിതാവിനെ കാണിച്ചു തരണം എന്നുള്ളതാണ് ശിഷ്യന്മാര് പറയുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ പിതാവിനെ കാണിച്ചു തരണമെന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ റെഫറൻസ് ഞാൻ എഴുതി വെച്ചതാണ്, എങ്ങോട്ടോ ഒന്ന് മിസ്സായി. അപ്പൊ എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ പിതാവ് എന്താണോ അത് തന്നെയാണ് പുത്രൻ. അപ്പോൾ ഈ പുത്രൻ എന്ന് പറയുന്നത്, ഏകജാതൻ എന്ന് പറയുന്നത്, ഇതൊരു സ്ഥാനീയ നാമം. നമ്മുടെ ഏകജാതൻ യോഹന്നാൻ 1:14 വായിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഓഫ് ദി സെയിം കൈൻഡ്, ഒരേ തരത്തിലുള്ള എന്ന ആശയത്തിലുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അതായത് പിതാവിനെ പോലെ തന്നെ പുത്രനും ഇരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ അപ്പനെ പോലെ തന്നെയാണ് മകൻ, അമ്മയെ പോലെ തന്നെ. പക്ഷെ നമ്മൾ അവിടെ കാണുന്നത് സിമിലാരിറ്റിയാണ്. പക്ഷെ ഇവിടെ ദൈവവചനത്തിൽ ഏകജാതൻ അല്ലെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റിയാണ്, എല്ലാ നിലയിലുമുള്ള ഇക്വാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ 18-ാം വാക്യത്തിൽ ദൈവത്തോട് ക്രിസ്തു തന്നെത്താൻ സമനാക്കി എൻ്റെ പിതാവ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായ സത്യം യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ അത് അംഗീകരിക്കുവാൻ അവർക്ക് ദൈവം എങ്ങനെയായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിന് പ്രകാരമല്ല യേശു വന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പം നമുക്കും പലപ്പോഴും അങ്ങനെ ചിന്തയുണ്ട്, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണം, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ അത് സ്റ്റുപ്പിഡിറ്റിയാണ്, അങ്ങനെ പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. യഹൂദന്മാർക്ക് കർത്താവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയ കാര്യം അത്. അവര് നമ്മൾ ഈ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് ന്യായപ്രമാണം, നമുക്കറിയാം റബ്ബിമാര്, യഹൂദ റബ്ബിമാര്, പരീശന്മാരിലെ ഒരു വിഭാഗമാണ് റബ്ബിമാര്, തിരുവെഴുത്തുകളൊക്കെ പകർത്തി എഴുതുന്ന ആളുകൾ. ഇവർ ഈ 119-ാം സങ്കീർത്തനവും ആവർത്തന പുസ്തകത്തിലെ വലിയ അധ്യായങ്ങളൊക്കെ ഇവർ ഹൃദിസ്ഥമാക്കി മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ന്യായപ്രമാണം മുഴുവൻ, പഞ്ചഗ്രന്ഥങ്ങൾ മുഴുവൻ കാണാപ്പാടം പഠിച്ച റബ്ബിമാരുമുണ്ട്. അവർ കൈ കഴുകി വളരെ വിശുദ്ധിയോടെയാണ് ഓരോ പുസ്തകവും പകർത്തി എഴുതി. ഇതിലൊക്കെ അവർ വളരെ എന്ന് പറയാൻ എന്താ, വളരെ കമ്മിറ്റഡ് ആയിരുന്നു, വളരെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവരുടെ പ്രശ്നം ഇത് മുഴുവൻ തലച്ചോറിലായിരുന്നു. ഈ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരുന്നവനെ ഇവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കൊർന്നല്യോസിനോട് അന്ത്രയോസ് പത്രോസിനോട് പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ, ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. അതാണ് റബ്ബിമാരും കർത്താവിന്റെ ശിഷ്യന്മാരും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. ഇവര് ന്യായപ്രമാണം, നമ്മൾ ഇന്ന് സങ്കീർത്തനം വചനമൊക്കെ കാണാപ്പാടം പഠിക്കുന്നതല്ല കേട്ടോ, ഗിരിപ്രഭാഷണം മുഴുവൻ കാണാപ്പാടം പഠിക്കുന്നുണ്ട്, ലേഖനങ്ങൾ അധ്യായങ്ങൾ മുഴുവൻ കാണാപ്പാടം പഠിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സമ്മാനവും മേടിക്കുന്നുണ്ട്. നല്ല കാര്യം. പക്ഷെ റബ്ബിമാർക്ക് പറ്റിയത് നമുക്ക് പറ്റരുത്. എന്താ?
കാണാപ്പാഠം പഠിക്കുന്ന മുഴുവൻ തലച്ചോറില്ല, അത് വായിലൂടെ പുറത്തേക്ക് വരും. അത് ഹൃദയത്തിലോട്ട് പോകണം, 1 ഇഞ്ച് താഴത്തോട്ട് മാറി ഹൃദയത്തിലോട്ട് ചെന്ന് ആ ദൈവവചനം, നമ്മൾ ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന ദൈവവചനത്തിലെ ആത്മീക സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് കീറി മുറിച്ച് ശോധന ചെയ്ത് അതിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മൾ വചനം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, പ്രസംഗം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്, ഇത് തലച്ചോറിൽ തട്ടി, ഞാൻ ഈ 110 സങ്കീർത്തനമൊക്കെ പഠിച്ചതാ, മത്തായി സുവിശേഷം മൊത്തം എനിക്ക് കാണാപ്പാടം അറിയാം, എഫേസ്യ ലേഖനം കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്നോടാ കളി. പരീക്ഷന്മാർക്ക് പറ്റിയ പ്രശ്നം ഇതാ, ഞാൻ ഇതെല്ലാം കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് നീ വന്നിട്ട് നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് നീ തച്ചന്റെ മകനല്ലയോ? അവർ കൃത്യമായിട്ട് നീ ഒരു തച്ചന്റെ മകനല്ലേ? എന്തുകൊണ്ട് അവർക്ക് ഈ കർത്താവിനെ ഉൾക്കൊള്ളാൻ? ഈ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും കൃത്യമായി എഴുതിയിരുന്ന മശിഹായുടെ വരവിന്റെ പാതയെ അവർ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മുടെ ട്രിനിറ്റി മുഴുവൻ പഠിച്ചു, രക്ഷയുടെ ഭദ്രത പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം സൈദ്ധാന്തികമായി ഒരു റിച്വലായിട്ട് കത്തോലിക്കിന് പോകുന്ന പോലെ, യാക്കോബക്കാർ പോകുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കുർബാന കാണുന്നു. പലരും കുർബാന കാണുക, ഈ കുർബാന അർപ്പിക്കലൊക്കെ സ്ഥിരം ചിലരാ നമ്മുടെ സഭകളിലൊക്കെ അങ്ങനെ സ്ഥിരം സ്തോത്രം ചെയ്യുന്നവര്, സ്ഥിരം ചിന്ത പറയുന്നവര്. നമ്മൾ പറയും മൗനമായിട്ട് കർത്താവിന്റെ സ്തോത്രം എല്ലാത്തിനും ആമേൻ. പക്ഷെ വ്യക്തിപരമായി ജീവിതത്തിൽ ഈ കർത്താവിനെ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവിക ആളത്വം, തൃത്വം, അതൊരു വലിയ വിഷയമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവം എന്താ വെളിപ്പെടുത്തിയത്? ദൈവം ഏകസത്യ ദൈവം 3 ആളത്വങ്ങളിൽ നിൽക്കുന്നു. അതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. മനുഷ്യനായിട്ട് ഒരു വീണ്ടെടുപ്പ് ഒരുക്കുമ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രായശ്ചിത്തയാഗമായി തീരുവാൻ പുത്രൻ അനാദി നിത്യതയിലെ ഒരുക്കപ്പെട്ടിരുന്നു. ഇനി ഭാവികാല നിത്യതയിൽ നമ്മൾ എവിടെയാണ്? നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുന്ന പറയുന്നത്. ഭാവികാല ശാസ്ത്രം പഠിച്ചിട്ട് ഞാൻ പറയുന്നത് നമ്മൾ സ്വർഗത്തിലോട്ടല്ല പോകുന്നത്, നമ്മൾ പുതുവാന ഭൂമിയിലേക്കാണ് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ വരും. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു, കുഞ്ഞാടും തന്റെ കാന്തയും ആ പുതിയ യെരുശലേമിലേക്ക്, പുതുവാന ഭൂമിയിലേക്കാണ് വരുന്നത്. പിതാവായ ദൈവം സ്വർഗാദി സ്വർഗത്തിൽ ഇരിക്കുന്നു, പുത്രനോടുകൂടെ പരിശുദ്ധാത്മാവിനുടെ സഹവർത്തത്തോടുകൂടി പുതുവാന ഭൂമിയിൽ ദൈവമക്കളായിരിക്കുന്നു. ഇസ്രായേൽ ജനവും പഴയ നിയമ ഭക്തന്മാരും എല്ലാവരും ചേർന്ന് പുതുവാന ഭൂമിയിൽ ജീവിക്കുന്നു. അതാണ് വചനം വെളിപ്പെടുത്തുന്ന സത്യം. പക്ഷെ നമ്മൾ ഒറ്റ വാക്യത്തിൽ സ്വർഗത്തിൽ പോകുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ വചനത്തെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം, പരിവർത്തനം ഉണ്ടാകും. അപ്പോൾ ഈ കർത്താവിന്റെ 2 പ്രധാന വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം 30 മുതലുള്ള 39 ലാസ്റ്റ് പോർഷൻസ് ആണ്. അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഞാൻ ഇത്രയും സമയം ഡിവോട്ട് ചെയ്ത്, ജോൺ സാർ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ റെഫറൻസൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സാർ ആ വിഷയം പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടെ മീൻസ് ആൾക്കാരുടെ ഉള്ളിൽ പിന്നെയും സംശയം ഉണ്ടാകുന്നത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആ സെയിം വിഷയം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാനൊന്ന് പരിശ്രമിച്ചു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരു വ്യക്തി 3 രൂപങ്ങളിൽ വരികയല്ല, ഒരു ശരീരത്തിൽ 3 തലയല്ല, ഒരു ശരീരത്തോട് വേറെ 2 ശരീരം ചേർന്നിരിക്കുകയല്ല. ദേ ആർ ഇൻഡിപെൻഡന്റ് പേഴ്സൺസ്. 3 പേരും സ്വതന്ത്ര വ്യക്തികളാണ്, എന്നാൽ കോ ഈക്വൽ ആണ്. എല്ലാ നിലയിലും തുല്യരാണ്, ഈക്വലാണ്. അതുകൊണ്ട് ഈ ബഹുത്വത്തിന്റെ ഏകത്വത്തെയാണ് നമ്മൾ ഏകസത്യ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനെ കാണും, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പക്ഷെ നമ്മളാരും കണ്ടിട്ടുണ്ടോ? ഇല്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആത്മമുദ്ര ലഭിച്ചു, ആത്മനിറവിന്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണും. കാരണം അടിസ്ഥാനപരമായിട്ട് ദൈവം ആത്മാവാകുന്നു, ജഡമെടുത്തത് പുത്രനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളത്വത്തിൽ വ്യത്യാസമുണ്ട്. ഈ ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആളത്വപരമായി 3 പേരും, സാരാംശത്തിൽ ഏകരും. അതുകൊണ്ടാണ് ഏകസത്യം ദൈവം പറയുന്നത്. ദൈവം അനുവദിച്ചാൽ ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.